ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഹംപിയിൽ തന്നെ ഒരു ഹനുമാൻ ടെമ്പിൾ ഉണ്ട്, അത് കാണാനാണ്. ഹനുമാൻ്റെ ജന്മസ്ഥലമാണ് അതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഹനുമാൻ ടെമ്പിളിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയൊക്കെ ഒത്തിരി അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമുക്ക് അതിലൂടെയൊക്കെ പോയി വരാം. ഇവിടുത്തെ എന്തോ കോറി പോലത്തെ സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇങ്ങനെ പൊട്ടിത്തെറിപ്പിച്ചൊന്നും എടുക്കുമല്ലാന്ന് തോന്നുന്നത്. ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചേക്കണ പോലെ ഉണ്ട്. ഫ്രണ്ട്സ്, ഞാൻ പാളിയായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞില്ലതേ, നോക്കി കേട്ടാ, കേട്ടാ അവർ പാളിയായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന കേട്ടാ. മക്കളെ, നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് തുംഗഭദ്ര നദി. നോക്കി ചുറ്റും ആ മലകൾ ഇങ്ങനെ നിന്നിട്ട് ആ മലകളുടെ പശ്ചാത്തലത്തിൽ ആ നദി ഇങ്ങനെ ഓണം, അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ മയിലുകൾ കണ്ട നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ടുണ്ടല്ലേ. പക്ഷെ ആ മലകൾ അങ്ങ് മാറ്റി നിർത്തുവാണെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ പോലെ തന്നെ അടിപൊളി. ഇഷ്ടംപോലെ വയലുകളുണ്ട് കേട്ടോ, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഹനുമാൻ ടെമ്പിളിൻ്റെ താഴ്വാരത്തിലെത്തി. ഇതാണ് അങ്ങോട്ടേക്കുള്ള ആദ്യത്തെ കാഴ്ച. അങ്ങനെ നിറയെ അപ്പുറം നിറയെ കടകളും പൂജയ്ക്കുള്ള സാധനങ്ങളും അതും ഇതൊക്കെയാണ്. ഈ കളർഫുള്ളാണ് ഇവിടെ മൊത്തം. പിന്നെ തേങ്ങ, അങ്ങനെ അതും ഇതൊക്കെ. തേങ്ങയ്ക്ക് വില ചോദിക്കണം ഞാൻ ഓർത്താണ്, പിന്നെ വേണ്ടാന്ന് വെച്ചു. അവരോട് ഏത് ഭാഷ ചോദിക്കും. നമ്മൾ മുകളിലേക്ക് പോവാണ്. എൻ്റെ പൊന്നെ, അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ നടന്നു. എൻ്റെ കൂട്ടുകാരെ, അതിൻ്റെ മുകളിൽ വരെ എങ്ങനെ എത്തണ്ടേ? ഇതിൻ്റെ മണ്ടയ്ക്ക് എന്നാ എത്തുക? എത്ര പടിയുണ്ട്? 10. ശരി, ഇപ്പോഴേ തളർത്തരുത്. അവിടെ ചെന്നിട്ട് എന്നോട് പടിയുടെ എണ്ണം കയറുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ മഴ പെയ്ത് പെട്ട് നിൽക്കുകയായിരുന്നു. കൊച്ച് എനിക്ക് കുട എടുത്തോണ്ട് വരുന്നുണ്ട്. കൊച്ച് എന്നെ കൊണ്ടോ? ഫ്രണ്ട്സ്, നമ്മൾ ഹനുമാൻ ടെമ്പിളിൻ്റെ പടികൾ കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര പടിയുണ്ടെന്ന് എനിക്കറിയില്ല. കൊച്ച് പറഞ്ഞത് കുറേ പടിയുണ്ടെന്നാണ്. അപ്പോൾ കയറട്ടെ ഏട്ടാ. മോളിൽ ചെല്ലുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. ശ്രീരാം ജയ രാം ജയ ജയ ശ്രീരാം ജയ രാം ജയ ജയ
അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇതാണ് അമ്പലം. എന്തുവാടോ അവനത് തിരിച്ചത്, അവൻ തന്നെ കറങ്ങിക്കൂടെ. നമ്മള് തള്ളിയിടുന്ന കാറ്റ്. അവിടുത്തെ വ്യൂ കണ്ടത്. ഇതാണ് നമ്മുടെ ഹനുമാൻ ടെമ്പിളിൽ മോളിൽ നിന്നുള്ള കാഴ്ച. അടിപൊളി കാഴ്ചയാണ്. നമുക്കിവിടെ വിത്തല ടെമ്പിൾ കാണാൻ പറ്റും. അതുപോലെ വിരൂപാക്ഷ ടെമ്പിളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ അടുത്ത പോകാനുള്ള സ്പോട്ടുകളാണ്. നിറയെ വയലുകൾ ഉണ്ടോ, തുംഗഭദ്ര നദി ഒക്കെ ഒഴുകുന്നത് ഒക്കെ നമുക്ക് മുകളിൽ നിന്ന് നോക്കി ഒറ്റ ഇതായിട്ട് കാണാൻ പറ്റും ഇതെല്ലാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവരെയും കാണിക്കണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. കൊച്ചിൻ്റെ ചുറ്റും ഫോട്ടോ എടുക്കാൻ ആളുകളുടെ വേളയാണ്. അവർ വിചാരിക്കണം ഞങ്ങളെന്തോ അന്താരാഷ്ട്ര വ്ളോഗേഴ്സ് എന്നാണ്. നിങ്ങൾ വിചാരിച്ച ഞങ്ങൾക്ക് അന്താരാഷ്ട്ര വ്ളോഗേഴ്സ് പറ്റും. അവർക്ക് നമ്മൾ ഫോട്ടോ എടുക്കണം, കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം, ഓരോരുത്തരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. അങ്ങനെയൊക്കെ നല്ല രസമാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. അവരുടെ വീഡിയോ എടുത്തിട്ട് നേരത്തേക്കാണ് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യാറുണ്ടല്ലോ. ഇപ്പോഴത്തെ ആളുകളൊക്കെ മാറി, പുതിയ തലമുറ മാറി. കാണിച്ചു എന്റെ തൊപ്പി വരെ മറന്നുകൊണ്ടിരിക്കും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വിത്തല ടെമ്പിള്. അത് നമ്മൾ സൂം ചെയ്ത് കാണിച്ചേക്കുന്നതാണ്. ഇത് ആ മോളിൽ നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ്. ഇതാണ് വിരൂപാക്ഷ ടെമ്പിള്. ആ ഹില്ലിൻ്റെ മോളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ്.